കഴിഞ്ഞ ദിവസം മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിൽ പങ്കെടുത്ത കുട്ടികളുടെ ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി. എനിക്ക് ADHD എന്ന അസുഖമുണ്ട്. 41 വയസ്സായി. ഇപ്പോഴും ഞാൻ അതിനുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അത് കേട്ട് കൂടി നിന്ന കാണികൾക്ക് പലർക്കുമുണ്ടായ 2 സംശയങ്ങളിലൊന്ന്, എന്താണ് ADHD? 2, ഈ പ്രായത്തിൽ അതുണ്ടാകുമോ? അതെ, എന്താണ് ADHD? നാഡീവ്യൂഹ വികാസവുമായി ബന്ധപ്പെട്ട തകരാറാണ് ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് കൂടുതലായി കാണപ്പെടുന്നത് കുട്ടികളിലാണെങ്കിലും ചെറുപ്പത്തിലെ കൃത്യമായ ചികിത്സ നൽകാതിരുന്നാൽ അത് മുതിർന്ന വ്യക്തിയാകുമ്പോൾ പോലും നിലനിൽക്കുന്ന ഒന്നാണ്. മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികളിൽ, കുറഞ്ഞ ഭാരമുള്ള കുട്ടികളിൽ, അപസ്മാരമുള്ളവരിൽ, ഗർഭാവസ്ഥയിലോ അതിനുശേഷമുള്ള ജീവിതത്തിലോ മസ്തിഷ്കത്തിൽ ക്ഷതം സംഭവിച്ചവരിൽ ADHD ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ തങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കോ ADHD ഉണ്ടെങ്കിൽ അത് പാരമ്പര്യമായി വരാനുള്ള സാധ്യതകളുമുണ്ട്. സമൂഹത്തിൽ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടവരിൽ ഭൂരിഭാഗം പേർക്കും ചെറുപ്പത്തിൽ തന്നെ ADHD ഉണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. കോണ്ടാക്ട് ഡിസോർഡർ, അതായത് പെരുമാറ്റ വൈകല്യം, പിന്നീട് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറായി രൂപമാറ്റം സംഭവിക്കുന്നതും ഓപ്പോസിഷൻ ഡിഫൻസ് ഡിസോർഡർ, അധികാരത്തിലിരിക്കുന്നവരെ എതിർക്കുന്ന വിമർശിക്കുന്ന പ്രവണത, ഇവയെല്ലാം ADHDയുടെ കീഴിൽ ഉൾപ്പെടുന്നവയാണ്. 3 രീതിയിലാണ് ADHD കണക്കാക്കപ്പെടുന്നത്. ഇംപൾസീവ് ഓർ ഹൈപ്പർ ആക്റ്റീവ് ADHD, ഇനറ്റൻറ്റീവ് ADHD, കോമ്പൈൻഡ് പ്രസൻറ്റേഷൻ. ഇത് കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികൾ ADHD എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇമ്പൾസീവ് അഥവാ ഹൈപ്പർ ആക്റ്റീവ് ADHD ഉള്ള കുട്ടികൾ വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർ ക്ലാസ് മുറികളിൽ ഓടി നടക്കുകയും മറ്റു കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഡിസ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇവർക്ക് സാഹസികമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ താല്പര്യമുള്ളതിനാൽ ഇവർ മൂലം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുന്നു. ഇനറ്റൻറ്റീവ് ADHD ഉള്ളവർ ഇതിൻ്റെ നേരെ വിപരീതമായി കാണുന്നു. ഇവർക്ക് ശ്രദ്ധക്കുറവ്, പഠനത്തോടുള്ള താല്പര്യക്കുറവ് എന്നിവ കൂടുതലായി കാണാം. ഈ കുട്ടികൾ ചെറിയ കാര്യങ്ങളിൽ പോലും ഡിസ്ട്രാക്റ്റഡ് ആകുന്നു. ഉദാഹരണമായി, പഠിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികൾ ചെയ്യുമ്പോഴോ പെട്ടെന്നുള്ള ശബ്ദമോ അനക്കമോ പോലും ഇവരുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കുന്നു. മറവി ഇവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അടുത്തത് കോമ്പൈൻഡ് പ്രസൻറ്റേഷനാണ്. മേൽപ്പറഞ്ഞ 2 ലക്ഷണങ്ങളും ചേർന്നാണ് ഈ അവസ്ഥ. കുട്ടികളിലെ ADHDയെ ശരിയായ രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ വളരും തോറും എടുത്തുചാട്ടം, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുന്നതൊക്കെ ഒരു പരിധിവരെ കുറയുമെങ്കിലും ശ്രദ്ധക്കുറവും മറവിയും അവരിൽ തന്നെ നിലനിൽക്കും. അതിനായി കുട്ടികൾക്ക് അറ്റൻഷന് വേണ്ടിയുള്ള എക്സസൈസുകൾ, അറ്റൻഷൻ എൻഹാൻസിങ് ടാസ്ക്, തെറാപ്പി എന്നിവ നൽകി ഇവരെ ഒരു പരിധിവരെ മാറ്റിയെടുക്കാവുന്നതാണ്. അമേരിക്ക പോലുള്ള വികസിത രാജ്യങ്ങളിൽ മുതിർന്നവരിൽ 3 മുതൽ 4% വരെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് പുരുഷന്മാരിൽ അഡൽട്ട് ADHD ഉള്ളതായി സർവേ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അമിതമായ ദേഷ്യം, ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതിരിക്കുക, ഒരു ജോലിയിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, ഉപദേശിക്കുന്നവരോട് ഹാർഷായി പെരുമാറുക, പിന്നീട് കുറ്റബോധം തോന്നുക, ഒന്നും മിണ്ടാതിരിക്കുക, കടുത്ത വിഷാദം അനുഭവിക്കുക, ഉറക്കക്കുറവ് എന്നിവയെല്ലാം അഡൽട്ട് ADHDയുടെ ലക്ഷണങ്ങളാണ്. ഹൈപ്പർ ആക്റ്റീവ് അഡൽട്ട് ADHD ഉള്ള ആളുകൾ എല്ലായിടത്തും വളരെ ആക്റ്റീവായിരിക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും തൻ്റെ സന്തോഷം വളരെ എക്സ്ട്രീമായി പ്രകടിപ്പിക്കുകയും വളരെ ക്രിയേറ്റീവായി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായിരിക്കും. അതേസമയം ഇനറ്റൻറ്റീവ് ADHD ഉള്ളവർ ഉന്മേഷമില്ലായ്മയും ഒരു ജോലിക്കും പോകാനോ ആളുകളെ ഫേസ് ചെയ്യാനോ താല്പര്യമില്ലാതെ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇവർ സ്വയം സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനായി ഡ്രഗ്സ്, ഇടയ്ക്കിടെയുള്ള സ്മോക്കിംഗ്, മദ്യപാനം അല്ലെങ്കിൽ കടുപ്പത്തിലൊരു കാപ്പി കുടിക്കുക എന്നിങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നു. മേൽപ്പറഞ്ഞ പല ലക്ഷണങ്ങളും നമുക്ക് ചുറ്റുമുള്ള പലർക്കോ നമുക്കോ ഉള്ളതായി നമുക്കിപ്പോൾ തോന്നുമെങ്കിലും എല്ലാം ADHD ആവണമെന്ന് നിർബന്ധമില്ല. ഹൈപ്പർ തൈറോയിഡിസം, ആങ്സൈറ്റി ഇഷ്യൂ എന്നിവ ഉള്ളവർക്കും ഇത്തരം ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ADHD ഉണ്ടോ എന്ന് കൺഫേം ചെയ്യുക എന്നതാണ് ഇതിലുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ സ്റ്റെപ്പ്. രോഗം മനസ്സിലാക്കിയ ശേഷം അത് രോഗിയെ അറിയിക്കുകയും പിന്നീട് അവർക്ക് അവരുടെ മെൻ്റൽ സ്ട്രെങ്ത് നിലനിർത്താനുള്ള മരുന്നുകളും സമൂഹത്തിൽ പല സാഹചര്യങ്ങളിലും എങ്ങനെ ഇടപെടണം, എങ്ങനെ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യണം, മൂഡ് ഔട്ട് ആകുമ്പോൾ എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സൈക്കോ തെറാപ്പികൾ നൽകുകയും ഒപ്പം അവരുടെ കൂടെയുള്ളവർക്ക് കൂടി ഇതിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കൂടി ചെയ്യണം. ചെറിയ ശ്രദ്ധയിലൂടെ വളരെ പെട്ടെന്ന് മാറ്റിയെടുക്കാവുന്ന ഇത്തരം രോഗങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്കോ നമുക്കോ ഉണ്ടെന്ന് പോലും, അല്ലെങ്കിൽ ഇങ്ങനെയൊരു രോഗമുണ്ടെന്ന് പോലും പലരും അറിയുന്നത് ഫഹദ് ഫാസിലിൻ്റെ അത്തരമൊരു പ്രസംഗത്തിലൂടെയാണ്. കുട്ടികളിൽ ഉണ്ടാകുന്ന ഇത്തരം ലക്ഷണങ്ങളെ അവരുടെ സ്വഭാവം അല്ലെങ്കിൽ വളർത്തുദോഷം എന്നൊക്കെ മുദ്രകുത്തി ആക്ഷേപിക്കുമ്പോൾ ഓർക്കുക, ചെറിയൊരു പരിഗണനയും ശ്രദ്ധയും തിരിച്ചറിവും നിലനിർത്തുന്നത് ഒരു മികച്ച യുവതലമുറയെയാണ്.